ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 3 തുടക്കം വേറെ ലെവലായി തുടങ്ങിയിട്ട് ഇടയിൽ വെച്ച് കുറച്ച് ലാഗ് അടിപ്പിച്ച് ഇങ്ങനെ 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 പോയി ലാസ്റ്റ് എപ്പിസോഡ് ഇതിങ്ങനെ വീണ്ടും കയറിയതായിട്ട് ഫീൽ ചെയ്ത ഒരു സീസണായിട്ടാണ് എനിക്ക് തോന്നിയത്. ഡ്രാഗൺസ്, ഡൈനസോഴ്സ്, ഗോഡ്സില, മോൺസ്റ്റേഴ്സ്, കൈജു ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോണറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞ സീരീസ് തന്നെ എനിക്ക് അമ്മാതിരി ഇഷ്ടപ്പെടാൻ കാരണം ഡ്രാഗൺസ് ആണ്. എനിക്ക് അമ്മാതിരി ഇഷ്ടമാണ്. അതിൽ ട്വിസ്റ്റ് ടേണും സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും, അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും, എന്നെ ഏറ്റവും കൂടുതൽ ഹദാതെ ആകർഷിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഡ്രാഗൺസിനെ ഏറ്റവും ഗംഭീരമായി കാണിച്ച, സിനിമയെക്കാളും വേറെ ലെവലിൽ കാണിച്ച ഒരു സീരീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ദ ഷിയർ ഈച്ച് ആൻഡ് എവരി സീൻ ഓഫ് ഡ്രാഗൺസ് ഇൻ ദ ഹോൾ ഓഫ് ഗെയിം ഓഫ് ത്രോൺ ഫ്രാഞ്ചൈസ്, അതിപ്പോൾ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ ആയിക്കോട്ടെ, ഗെയിം ഓഫ് ത്രോൺസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അപ്പം തൊട്ട് ഞാൻ കട്ട ഫാനാണ്. അപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് മൊത്തം കണ്ട് തീർത്തതിന് ശേഷം ഹൗസ് ഓഫ് ദ ഡ്രാഗൺ വന്നെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മോനെ, കാരണം എനിക്ക് അമ്മാതിരി എനിക്ക് ഇഷ്ടമാണ് ടാർഗേറിയൻസും ഡ്രാഗൺസും പരിപാടിയും. അപ്പോൾ ഇതിൻ്റെ ഒരു അയ്യറുകളി ഇതേ വരുന്നു, വേറെ ലെവല് സാധനം വരുന്നു എന്നുള്ള വൈബിലാണ് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ ഇത് കാണുന്നത്. ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 1 എനിക്ക് അമ്മാതിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ഓൾറെഡി റെഡി പ്ലെയർ 1 അഭിനയിച്ചിട്ടുള്ള ഒലിവിയ കുക്കി, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പുതിയതായിട്ട് സൂപ്പർ ഗേളായിട്ട് വന്ന ആ പെൺകുട്ടിയും, അതുപോലെ എമാ ഡാർസി ഒരു വാരക ഒരു ടൈം ജമ്പ്. ആ ടൈം ജമ്പിന് ശേഷം റെനീറ ടാർഗിയറിൻ, എൻ്റെ മോനെ, അതായത് ഒന്നാമത് എനിക്ക് ഈ വിമൻ ക്യാരക്ടേഴ്സ് ഹു ആർ വെരി പവർഫുൾ, കമാൻഡിങ്, ഡോമിനേറ്റിംഗ് വിമൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സിനിമയായാലും സീരീസൊക്കെ ആയാലും. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മാതിരി ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് എമാ ഡാർസിയുടെ എമി അവാർഡ് വിന്നിങ് ലെവൽ പെർഫോമൻസ്. ഇവിടെ മോനെ, ഞാൻ ഈ അടുത്തൊന്നും ഒരു നടിയും ഇന്ത ലെവൽ പെർഫോം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. അതും there is a stark difference between the real life person Emma Darcy is. കാരണം she identifies herself as a binary. അപ്പോൾ ആ ബൈനറി ആയിരിക്കുന്ന എമാ ഡാർസിയും റിയൽ ലൈഫിലുള്ള എമാ ഡാർസിയും ദ ആക്ട്രസ്, ദ പെർഫോമർ, ദ പവർ ഹൗസ് ഓഫ് ടാലൻറ്റ് വാട്ട് ഷീ ഈസ് ക്യാൻ ബി സീൻ ഇൻ ഹൗസ് ഓഫ് ഡ്രാഗൺ. എൻ്റെ മോനെ, റെനീറ ടാർഗറ്റിന് എന്തൊരു അഭിനയോടെ എമാ ഡാർസി ഡിസേർവ്സ് മൾട്ടിപ്പിൾ എമി അവാർഡ്സ് ഇൻ മൈ ഒപ്പീനിയൻ. കാരണം എന്തൊരു പെർഫോമൻസ് ആണ്. ഞാൻ ഇന്ത ലെവൽ, അതായത് ഒരുമാതിരി ലാലേട്ടനൊക്കെ അഭിനയിക്കൂലേ, അല്ലെങ്കിൽ ഒരു ഡിക്കാപ്രിയൊക്കെ അഭിനയിക്കില്ലേ, അല്ലെങ്കിൽ എന്താ പറയണം, അന്ത ലെവൽ ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ ബ്രഹ്മയുഗത്തിൽ മമ്മൂക്കയൊക്കെ അഭിനയിക്കുന്ന പോലെ അതുപോലെയുള്ള ഒരു സാധനമാണ് എമാ ഡാർസി അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. റെനീറ ടാർഗേറിയൻ എന്നുള്ള ആ ഒരു ക്യാരക്ടർ, എൻ്റെ മോനെ, അതിപ്പോൾ ഹൈ വലേറിയൻ സംസാരിക്കുന്ന ആ ഒരു ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, ഈവൻ ഇംഗ്ലീഷിലുള്ള ഡിക്ഷൻ പരിപാടി ആയിക്കോട്ടെ, ദ വേ ഷി ഇമോട്ട്സ്, എന്തൊക്കെ ഇമോഷണൽ ടെർമോയിലൂടെ ആൾ പോണേന്ന് അറിയാമോ. മകൻ മരിക്കുന്നു, അങ്ങനെ ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറയാൻ പോകുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇവർക്ക് കുറേ മക്കളും പരിപാടികളൊക്കെ ഉണ്ട്, അത് വേറെ കേസ്. ഇതിനകത്ത് ഒന്നാമത് എക്കത്തിൻ്റെ പേര് ഡെനേറി, ജഹേറി, മറ്റേ എഗോൺ 1, മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലി ട്രീ തന്നെ വെറുതെ വായിച്ചാൽ മൈൻഡ് ഫക്കായി പോകും നമ്മൾ. അങ്ങനത്തെ സീനാണ് ഈ ഒരു ഗെയിം ഓഫ് ത്രോൺസ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ. അതായത് ജോർജ് ആർ മാർട്ടിൻ എഴുതി വെച്ചിരിക്കുന്ന യൂണിവേഴ്സിലെ ഫാമിലി ട്രീ തന്നെ തല കറങ്ങും മനുഷ്യൻ്റെ. അതിപ്പോൾ എഗോൺ ദ കോൺക്കറർ തൊട്ട് എനിക്ക് തോന്നുന്നത് എന്താണ്, അതായത് 100 വർഷം ബിഫോർ, 100 അതിൽ കൂടുതൽ വർഷമാണോ എന്നറിയില്ല, ബിഫോർ ഗെയിം ഓഫ് ത്രോൺസ് ആണ് ഈ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ കാണിക്കുന്നത്. 100 വർഷങ്ങൾക്ക് ശേഷമുള്ള എന്തോ പരിപാടിയാണ് നൈറ്റ് ഓഫ് 7 കിങ്ഡംസ് കാണിക്കുന്നത്. അതും കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞിട്ടുള്ള പരിപാടി എങ്ങനെയാണ് ഗെയിം ഓഫ് ത്രോൺസിലെ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു സാഗരമാണ്. അതിലെ കുറച്ച് ചെറിയ 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 സാധനങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഈ വലിയ കടലിലുള്ള ചെറിയ കൊഴുവ എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എഗോൺ ദ കോൺക്കററിൻ്റെ ഒരു കംപ്ലീറ്റ് എഗോൺസ് കോൺക്വസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം
വേറെ ലെവൽ സിനിമയായിട്ട് വരുന്നു എന്നൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കാസ്റ്റ് ആരായിരിക്കും, എന്തൊക്കെയായിരിക്കും എന്നൊക്കെ വഴി നമുക്ക് അറിയാൻ കിട്ടും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാൻ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും അതെന്ത് സാധനമായിരിക്കും ഞാൻ വിചാരിക്കും. കാരണം ഈ ഒരു സീരീസ് ഗെയിം ഓഫ് ത്രോൺസ് വേറെ കാര്യം കൂടി ചെയ്ത്, ദേ മെയ്ഡ് എ ബെഞ്ച് മാർക്ക് ഓഫ് ക്വാളിറ്റി ഓഫ് സീരീസ്. കാരണം അതുവരെയുള്ള ഞാൻ പറയും, ബിഫോർ ഗെയിം ഓഫ് ത്രോൺസ് ആൻഡ് ആഫ്റ്റർ ഗെയിം ഓഫ് ത്രോൺസ് സീസൺ 1. കാരണം അവർ സീസൺ ഫിനാലേക്ക് ആയപ്പോഴേക്കും നമ്മൾ കാണുന്ന സീരീസ് ആയിട്ടൊന്നുമല്ല, ഏതോ ഹൈ ബഡ്ജറ്റ് വേറെ ലെവൽ, ഒരു രാജ്യത്തിന് ചെയ്യാൻ പറ്റില്ല, ഒരു ഇൻഡസ്ട്രിക്ക് ചെയ്യാൻ പറ്റുന്ന പീക്ക് ലെവൽ സിനിമയുടെ ക്വാളിറ്റിയിലൊക്കെയാണ് ഇവർ ലാസ്റ്റ് സീസൺ ക്വാളിറ്റി വൈസൊക്കെ കൊണ്ടുവന്നത്. മിക്കവർക്കും ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു സീസൺ. അതിൻ്റെ മെയിൻ റീസൺ എനിക്ക് തോന്നിയത്, അത് എങ്ങനെയൊക്കെ ചെയ്താലും ചിലപ്പോൾ ആൾക്കാർ ഡിസപ്പോയിൻറ്റഡ് ആവും. കാരണം അത്രയും ഒരു ഹൈ ബെഞ്ച് മാർക്കാണ് ഗെയിം ഓഫ് ത്രോൺസ് സെറ്റ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് അത് എങ്ങനെയൊക്കെ അവസാനിപ്പിച്ചാലും ചിലപ്പോൾ ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ എൻഡിങ് വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഈവൻ ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. പക്ഷേ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് എന്താ വെച്ചാൽ, അതിപ്പോൾ എങ്ങനെ ചെയ്താലും ചിലപ്പോൾ ആൾക്കാർക്ക് ഡിസപ്പോയിൻറ്റഡ് ആയി പോകും എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ക്വാളിറ്റി ഇൻ ദ സെൻസ് വിഷ്വൽ ആൻഡ് ഓഡിയോ ക്വാളിറ്റി വൈസ് ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്ന് പറയാം, ആ സാധനം പീക്കായിരുന്നുണ്ട്. സിനിമയെക്കാളും വെല്ലുന്ന വേറെ ലെവൽ, ഹോളിവുഡ് സിനിമയെക്കാളും വെല്ലുന്ന ലെവലിലാണ് ഡ്രാഗണൊക്കെ ഇവർ കാണിച്ചത്. അയ്യോ, ഗെയിം ഓഫ് ത്രോൺസിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഹൗസ് ഓഫ് ദ ഡ്രാഗണിൽ സീസൺ 1ഉം 2ഉം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പൊളിച്ചിരുന്നു പോയി. അത് ഡ്രാഗണെ മാത്രം കണ്ടിട്ടല്ല, എമാ ഡാർസിയുടെ ആക്ടിങ് കൂടെ കണ്ടിട്ടാണെന്ന് പറയേണ്ടി വരും. പല സമയങ്ങളിലും ഇതിനകത്ത് മാറ്റ് സ്മിത്ത് ഈ ഡെയ്മൺ ടാർഗെറിയനായിട്ട് അഭിനയിക്കുന്നത്, ഈവൻ ഈ എമാ ഡാർസിയുടെ ക്യാരക്ടർ റെനേറെ ടാർഗെറിയൻ്റെ അച്ഛൻ ക്യാരക്ടറുണ്ട്, അത് അഭിനയിച്ച നടൻ എൻ്റെ മോനെ അങ്ങേരി എന്ന ആക്ടിങ് ആയിരുന്നു അറിയാമോ. ഫസ്റ്റ് സീസണിൽ അതിൻ്റെ ആ ഒരു ക്യാരക്ടർ ഗ്രാഫ് പുള്ളി അഭിനയിച്ച് വെച്ചത്. നമ്മൾ പുള്ളീനെ ആ ഒരു എന്താ പറയുക, ഒരു അച്ഛൻ പ്രായത്തിൽ നിന്നും പട്ടിക്കളവനെ മരിക്കുന്ന വരെയുള്ള ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ അത് ആക്ടിങ് ആയിരുന്നു, പീക്ക് പെർഫോമൻസ് ആയിരുന്നു. അതൊക്കെ മുകളിലാണ് മകൾ ക്യാരക്ടർ ചെയ്തിട്ടുള്ള എമാ ഡാർസി കാണിച്ചു വെച്ചതെന്നുള്ളതാണ്. എൻ്റെ പൊന്നെ, എന്ത് അഭിനയം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ആലോചിക്കണോടെ, സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ റെഡി പ്ലെയർ 1 അഭിനയിച്ച നടിയാണ് ഒലിവിയ കുക്കി. പുള്ളിക്കാരി തന്നെ വേറെ റേഞ്ച് ആക്ട്രസ്സാണ്. ഈ ഒലിവിയ കുക്കിൻ്റെ ക്യാരക്ടറിനെയും ഈ മാറ്റ് സ്മിത്തിൻ്റെ ഡെയ്മൺ ടാർഗെറിയനെയും ഇതിനകത്ത് അഭിനയിക്കുന്ന മറ്റുള്ളവരെയൊക്കെ മാരക രീതിയിൽ ഓവർ ഷാഡോ ചെയ്ത് കളഞ്ഞ് എമാ ഡാർസി എന്ന് എനിക്ക് തോന്നിപ്പോയി. ഗോഡ് ലെവൽ പെർഫോമൻസ് എന്നൊക്കെ പറയില്ല, മാതിരി അഭിനയമാണ് എനിക്ക് 3 സീസണിലും എമാ ഡാർസിയുടെ കേസിൽ തോന്നിയത്. എങ്ങനെയൊക്കെ സീസൺ എവിടെയൊക്കെ ഡൗൺ ആയാലും എമാ ഡാർസിയുടെ റെനേറെ ടാർഗെറിയൻ വരുമ്പോൾ സീസൺ അല്ലെങ്കിൽ എപ്പിസോഡ് അപ്പാവും. എന്നെ പെർഫോമൻസ് ആയിരുന്നു അറിയാം. എന്നെ സംബന്ധിച്ചിട്ട് 1 മാൻ ഷോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയണ ഒരു വിധത്തിൽ ശരിയല്ല, കാരണം മറ്റുള്ളവർ വേറെ റേഞ്ച് അഭിനയിക്കും. ഇതിനകത്ത് കോർലെസ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ള നടനായിക്കോട്ടെ, ഇവരൊക്കെ വേറെ റേഞ്ച് അഭിനയമാണ്. പക്ഷേ അവരൊക്കെ അന്ത ലെവലിൽ അഭിനയിച്ചിട്ട് പോലും എമാ ഡാർസിയുടെ 7 വരാൻ പറ്റുന്നില്ല എന്നുള്ള തോന്നലൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നത്. പാഡി കോൺസ്റ്റന്റൈനാണ് ഞാൻ പറഞ്ഞ ആ ആക്ടർ, മറ്റേ ഞാൻ ഈ പറഞ്ഞ വിസേറീസ് എന്ന് പറഞ്ഞ എമാ ഡാർസിയുടെ ക്യാരക്ടർ റെനേറയുടെ അച്ഛനായിട്ട് അഭിനയിച്ചു. വിസേറീസ് ടാർഗെറിയനായിട്ട് അങ്ങേരെ അഭിനയിച്ചു വെച്ചത് എൻ്റെ മോനെ എന്ത് ലെവലായിരുന്നു. മാറ്റ് സ്മിത്താണ് ഡെയ്മൺ ടാർഗെറിയൻ ബ്രദറായിട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് കുറേ ഇൻസെസ്റ്റ് പരിപാടികൾ അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഈ മനക്കെട്ടിയുള്ളവർ അതുപോലെ തന്നെ ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്കേ ഇത് കണ്ടിരിക്കാൻ പറ്റുള്ളൂ. കാരണം ഗെയിം ഓഫ് ത്രോൺസ് അങ്ങനെയാണ്, ഭയങ്കര എ റേറ്റഡ് കണ്ടന്റ് ആണ്. ന്യൂഡിറ്റി, മറ്റേ ഭയങ്കര വെട്ട് കുത്ത് കുടലെടുക്കൽ, മറ്റേത് മറിച്ചത്, എന്താണ് വിയേർഡ് ഡ്രീം സീക്വൻസസ്, വിയേർഡ് ഫെറ്റിഷസ്, അങ്ങനെ പല സാധനങ്ങളും കാണിക്കും. ഇതിനകത്ത് ഒരു പെർട്ടിക്കുലർ എപ്പിസോഡ് അതിനകത്ത് അത് ഇൻസെസ്റ്റിൻ്റെ പീക്ക് ഞാൻ കണ്ടു. അതായത് നമ്മൾ ഇങ്ങനെയാണ് ഞാൻ കണ്ടത്, എൻ്റെ മോനെ എന്നുള്ള. ഈവൻ ലാസ്റ്റ് എപ്പിസോഡിലും അതുപോലൊരു സീനുണ്ട്, എൻ്റെ അപ്പൊന്നെ നമുക്ക് അറക്കും, അങ്ങനത്തെ സീനൊക്കെ ഉണ്ട്. പക്ഷെ അത് എഴുതി വെച്ചിരിക്കുന്നത് ഈ ജോർജ് R.R. മാർട്ടിൻ എഴുതി വെച്ചിരിക്കുന്നത് ഭയങ്കരമായ രീതിയിലാണ്. ലിറ്ററലി അവരുടെ ആ ഒരു റോനെസ്, എങ്ങനെയാണ് ഈ ഡ്രാഗണേക്കാളും വലിയ മോൺസ്റ്റേഴ്സാണ് മനുഷ്യർ എന്നുള്ള രീതിയിൽ, ഡ്രാഗണേക്കാൾ ഡേഞ്ചറസ് ആണ് മനുഷ്യൻ എന്നുള്ള ജീവി എന്നുള്ള രീതിയിലുള്ളതാണ് എഴുത്ത്.
അത് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. റൈസി ഫാൻസ് നമ്മുടെ സ്പൈഡർമാൻ, അമേസിങ് സ്പൈഡർമാനിൽ ലിസാർഡ് മാനായിട്ട് അഭിനയിച്ചിട്ടുള്ള നടൻ മില്ലി ആൽക്കോക്കാണ് ഞാൻ നേരത്തെ എമ്മ ഡാർസിയുടെ എന്താണ് ചൈൽഡ് വേർഷൻ അഭിനയിച്ചത്. ഇപ്പോൾ സൂപ്പർ ഗേൾ ആയിട്ട് DC വന്നത്. അപ്പോൾ പക്ഷേ DC കണ്ട മില്ലി ആൽക്കോക്കൊന്നും അല്ല. നിങ്ങൾ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 1 ആദ്യത്തെ 4 എപ്പിസോഡ് അഭിനയിച്ച മില്ലി ആൽക്കോക്കിൻ്റെ അഭിനയം അത് വെറുതെ വിഷയം വരുന്നുണ്ട്. ഈവൻ നമ്മൾ ഫസ്റ്റ് സീസൺ കണ്ടപ്പോൾ വേറെ ലെവൽ ക്യാരക്ടേഴ്സ് അയക്കും എന്ന് വിചാരിച്ച ആൾക്കാർ ആസ് യൂഷ്വൽ ഗെയിം ഓഫ് ത്രോൺസിലെ പോലെ ഇടയിൽ വെച്ച് പോകും, കാഞ്ഞൊക്കെ പോകും. അതുപോലെ ചിലവരൊക്കെ വേറെ പീക്ക് ലെവല് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമുക്ക് അവസാനം വെറുക്കും. ക്യാരക്ടർ ഗ്രാഫ് അങ്ങനെ പോണത്. നമ്മൾ ആദ്യം ആർക്ക് വേണ്ടി റൂട്ട് ചെയ്തോ, ആരെ നമ്മൾ ആദ്യം ഇഷ്ടപ്പെട്ടോ അവരെയൊക്കെ അവസാനമാകുമ്പോൾ നമുക്ക് വെറുത്ത് പണ്ടാറും അങ്ങനത്തെ ഒരു അങ്ങനത്തെ രീതിയിലാണ് ഇതിൻ്റെ എഴുത്ത്. അപ്പോൾ ഈവൻ ഓരോരുത്തരുടെ അഭിനയം അങ്ങനെയാണ്. പിന്നെ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു എന്താ പറയുക സ്വിച്ച് എന്ന് പറയില്ലേ, ആൾക്കാർ മാറുന്നത് മാറ്റം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റൂല. അന്ത ലെവലിലാണ് ക്യാരക്ടേഴ്സ് ഇങ്ങനെ മാറുന്നത്. അപ്പോൾ ഈവൻ എൻ്റെ ഫ്രണ്ട് എബിൻ നമ്മുടെ റീലോഡ് മീഡിയ ചാനലിൽ ഈ ഒരു കംപ്ലീറ്റ് സീസൻ്റെ ഇതിന് മുന്നേ ഉള്ളതും അവൻ ചെയ്തു പോയിട്ടുണ്ട്. ഹൗസ് ഓഫ് ദ ഡ്രാഗണിൻ്റെ ഓരോ എപ്പിസോഡ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്, എടുത്ത് കണ്ടു നോക്കാമെന്ന് ഞാൻ പറയും. ഗിഡിലായിട്ട് അവൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവനാണ് ഓൾറെഡി ബുക്കും വായിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ ഇത് ഡാൻസ് ഓഫ് ദ ഡ്രാഗൺസ് എന്ന് പറഞ്ഞാൽ ജോർജ് ആർ മാർട്ടിൻ്റെ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് പരിപാടി. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ബുക്ക് റീഡർ അല്ല, എനിക്ക് റീഡിങ് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എൻ്റെ ഫാദർ ഒരു നാഷണൽ അവാർഡ് വിന്നിങ് റൈറ്റർ ആയിട്ട് പോലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ബുക്ക് പോലും വായിക്കാൻ തോന്നിയിട്ടില്ല. കാരണം ഐ എം നോട്ട് എ ഫാൻ ഓഫ് റീഡിങ്. എൻ്റെ ഒരു ടേസ്റ്റ് ബഡ് അല്ല റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആരും എന്നെ നിർബന്ധിക്കാറുമില്ല, നിർബന്ധിച്ചിട്ടും കാര്യമില്ല. കാരണം ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്യത്തില്ല. എന്ന് ആർക്ക് വേണ്ടിയാണ് അയച്ചാലും. അപ്പോൾ വായിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കിത് കാണാനും ഇഷ്ടം, എനിക്ക് കാണാനും കേൾക്കാനുമാണ്. അപ്പോൾ ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് കാണാനോ കേൾക്കാനോ പറ്റില്ല. എനിക്ക് ഐ എം മോർ ഇൻ ടു വിഷ്വൽ ആൻഡ് ഓഡിയോ എക്സ്റ്റസി. അപ്പോൾ എനിക്കത് കിട്ടുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 3 ഡിഡിൻ കം അപ്പ് ടു സീസൺ 1 and 2 ഇൻ ടേംസ് ഓഫ് ഡ്രാഗൺ ആക്ഷൻ പരിപാടി മറ്റേ കുറച്ച്. അതായത് ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് ഫസ്റ്റ് എപ്പിസോഡ് അത് കിടുവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് എപ്പിസോഡ് മറ്റേ ക്വീൻസ് ലാൻഡിങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ക്വീൻസ് ലാൻഡിങ് എന്ന് പറഞ്ഞ സാധനം റെനേറ വരുന്നത്. മോനെ അത് ദ വേ ഷീ വാക്സ് നടപ്പ് എൻ്റെ മോനെ വെറുതെ സീനായിരുന്നു അതൊക്കെ. എന്നെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര. അത് കഴിഞ്ഞിട്ട് ആ ലെവലിലേക്ക് ചില എപ്പിസോഡുകൾ പിന്നീട് വരാത്ത പോലെ തോന്നി. ചില എപ്പിസോഡ് വെറുതെ വലിച്ചു കിട്ടുന്ന ഒരു ഫീൽ. എസ്പെഷ്യലി ഇതിനകത്ത് ഒരു അമ്മാവൻ ക്യാരക്ടർ ഉണ്ട്. ഇതിനകത്ത് റെഡ്സ്, ബ്ലാക്സ്, ഗ്രീൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഗ്രീൻസിൽ ഒരു മച്ചാൻ്റെ ആ ഒരു ആർക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഇഷ്ടമില്ല. അവസാനമായപ്പോഴേക്കും പുള്ളിയാണ് ഇതിനകത്ത് മെയിൻ വില്ലൻ ലെവലിൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ മാരക ലെവൽ വില്ലനായിട്ട് കരുതി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇതിനകത്ത് കുറച്ച് സൈഡായി പോയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു സീസൺ 3 വന്നപ്പോഴേ. കാരണം അവന് സ്ക്രീൻ ടൈം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ എന്നാൽ വലിയ കാര്യമായിട്ട് സ്ക്രീൻ ടൈം ഇല്ല. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് കൂടുതൽ കാണാൻ ആഗ്രഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ മെയിൻ വില്ലൻ ക്യാരക്ടേഴ്സായിട്ട് വരേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അറ്റ്ലീസ്റ്റ് കരുതിയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി ഗ്രീൻസ് സൈഡിലുള്ള ഈ ഒലിവിയ കുക്കിയുടെ ക്യാരക്ടറിൻ്റെ മക്കളായിട്ടുള്ളവർ 2 പേര്. അവർ ഞാനതൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലർ ആവുമെന്ന് വെച്ചിട്ടാണ് ഞാനത് പേരൊന്നും എടുത്ത് പറയാത്ത. പക്ഷേ അപ്പോൾ ഈ അവരാവണമായിരുന്നു സെൻട്രൽ സ്റ്റേജിൽ വരേണ്ടതെന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നി. ഇപ്പം എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നെക്സ്റ്റ് സീസണിലാണ് കംപ്ലീറ്റ് ഡാൻസ് ഓഫ് ഡ്രാഗൺസ് ഇവൻറ്റ് വരാൻ പോകുന്നത്. അതൊരു വെടിച്ചിലായിട്ട് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം അത് മൊത്തം ഡ്രാഗൺസ് തമ്മിലുള്ള ഓരോ യുദ്ധമായിരിക്കും, വെറുതെ സീൻ സംഭവമായിരിക്കും. ഞാൻ കരയുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ഒരു ഡ്രാഗൺ വീഴുന്നു, എപ്പോഴൊക്കെ ഒരു ഡ്രാഗൺ മരിക്കുന്നു, കൂടെ എൻ്റെ ജീവൻ്റെ ചെറിയൊരു അംശം പോകാറുണ്ട്. കാരണം എനിക്ക് അമ്മാതിരി ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ജീവികളൊക്കെ ഇങ്ങനെ മരിച്ചു വീണ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സഹജീവിയാണ് പട്ടി. അപ്പോൾ പട്ടിക്കൊക്കെ എന്തെങ്കിലും പറ്റുക കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതുപോലെ എനിക്ക് ഡ്രാഗണൊക്കെ എനിക്കറിയാം, ഡ്രാഗൺ മിത്തിക്കൽ ക്രീച്ചേഴ്സാണ്, ഇത് മേക്ക് ബിലീഫാണ് പരിപാടിയൊക്കെ. പക്ഷേ എനിക്ക് ഒരു ഡ്രാഗൺ വീണാണെങ്കിൽ ഞാൻ വീഴും. ആ സീനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കരയാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അടുത്ത സീസൺ കാണുമ്പോൾ. അടുത്ത സീസണിലോടെ കൂടി മിക്കവാറും ഹൗസ് ഓഫ് ദ ഡ്രാഗൺ അവസാനിക്കും. അപ്പോൾ
വെയിറ്റിംഗ് ഫോർ സീസൺ 4, അതും 8 എപ്പിസോഡായിരിക്കും ഉണ്ടാവാൻ ചാൻസ് തോന്നുന്നുണ്ട്. ഇതുവരെ എല്ലാ ഹൗസ് ഓഫ് ദ ഡ്രാഗൺസിൻ്റെയും എപ്പിസോഡുകൾ 8 എപ്പിസോഡ് വീതം 10 ഫസ്റ്റ് സീസൺ 10 എപ്പിസോഡ്, സെക്കൻഡ് സീസൺ 8 എപ്പിസോഡ്, തേർഡ് സീസൺ 8 എപ്പിസോഡ്, അങ്ങനെ പോയിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഫോർത്ത് സീസൺ 8 എപ്പിസോഡോ 10 എപ്പിസോഡോ ആയിരിക്കാം. എന്തായാലും അതോടുകൂടി പരിപാടി തീരൂടെ, തമ്മിലടിച്ച് എല്ലാം കൂടി ചാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നണം. അതുമാത്രമല്ല ആരൊക്കെ ബിട്രൈ ചെയ്യുന്നൊന്നും പറയാൻ പറ്റൂല. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഇതിൽ വരുന്ന പരിപാടിയാണ്. വില്ലൻ നായകനാവാം, നായകൻ വില്ലനാവാം, ചതിയൻ നല്ലവനാവാം, നല്ലവൻ ചതിയനാവാം. അതങ്ങനെ പല പരിപാടികൾ നടക്കും. നമ്മൾ മെയിൻ എന്ന് വിചാരിക്കണവൻ സൈഡായി പോവും, സൈഡിൽ നിന്ന് വിചാരിക്കുന്നവൻ മെയിനാവും, ചാവെന്ന് വിചാരിക്കാൻ ജീവിച്ചു വരും, തുടർന്ന് പോകുന്നു വിചാരിക്കാൻ ചിലപ്പോൾ കൺമുന്നിൽ ചത്തു വിടും പോവും അടുത്ത എപ്പിസോഡിലൊക്കെ. അങ്ങനെ അന്ത ലെവൽ സാധനമൊക്കെ നടക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിട്ട് സീസൺ 3 ഈസ് നോട്ട് പീക്ക് ലെവൽ, പക്ഷെ എന്നാലും സം ഓഫ് ദ എപ്പിസോഡ് എസ്പെഷ്യലി തുടക്കം അവസാനം ഗംഭീരമായിട്ട് തന്നെ ഫീൽ ചെയ്തു. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പിസോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 1 ഫിനാലെ. മോനെ കിണ്ണ കാച്ചി സാധനമായിരുന്നു. അതുപോലെ തന്നെ എഗോൺസ് കോൺക്വസ്റ്റ് വിത്ത് ബലേറിയോൺ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് എന്ത് സാധനമായിരിക്കും സിനിമയായിട്ട് വരുമ്പോൾ, എന്ത് ലെവൽ. അത് ഐമാക്സിലോ ഡോൾബി സിനിമയിലോ ഏതെങ്കിലും ഒരു PLFൽ കടാകടിയൻ സ്ക്രീനിലിരുന്ന് അത് കാണണമെന്നുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജുറാസിക് പാർക്ക്, എന്നോടിപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹമുള്ള സിനിമ ഐമാക്സിൽ ഏതാണെന്ന് വെച്ചാൽ നമ്പർ 1 വിൽ ബി ജുറാസിക് പാർക്ക്. ജുറാസിക് പാർക്കിൻ്റെ ഏത് സിനിമകളും 3Dയിൽ ഐമാക്സിൽ അല്ലെങ്കിൽ ഡോൾബി സിനിമ ഒരു ജയൻറ്റ് സ്ക്രീൻ വിത്ത് ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിൽ കാണാൻ എനിക്ക് ആഗ്രഹമുള്ളത് തീർച്ചയായിട്ടും ജുറാസിക് പാർക്കാണ്. അത് കഴിഞ്ഞാൽ ഗോഡ്സില്ല പിന്നെ എനിക്ക് എൻ്റെ ആഗ്രഹം കുറച്ച് സഫലീകരിച്ചു. കാരണം ഗോഡ്സില്ല ന്യൂ എംപയർ ഞാൻ ഐമാക്സ് കോയമ്പത്തൂരിലാണ് പോയി കണ്ടത്. അതിനകത്ത് എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ ഫുട്ടേജൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഗോഡ്സില്ലയുടെ ഒരു ആഗ്രഹം ഒരു പോർഷൻ എനിക്ക് നടന്നു. പിന്നെ ഇക്കൊല്ലം ഗോഡ്സില്ല -0 വരുന്നുണ്ട്. അത് ഫിലിംഡ് ഫോർ ഐമാക്സ് മൂവിയാണ്. 1.43:1 ആസ്പെക്ട് റേഷ്യോ വരെയുള്ള സീൻസ് ഉള്ള മൂവിയാണ്. അത് ത്രൂ ഔട്ട് ദ മൂവി അത് അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. ഇൻഫർമേഷൻ കിട്ടി ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ ട്രെയിലർ വരാൻ കിടക്കാൻ ടീസർ വന്നു. ടീസർ ഓൾറെഡി റിയാക്ട് ചെയ്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇനി ഒരാഗ്രഹം നാളെ നിറവേറും. ഒരു ഡൈനോസർ പടം ഐമാക്സിൽ കാണണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഐമാക്സ് ലിസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മറ്റന്നാളാണ്. ആൻ ഹാത്തവേ അഭിനയിക്കുന്ന മറ്റൊരു ജോണറിൽ പെടുന്ന ഒരു ഡൈനോസോർ ടൈം ട്രാവൽ ടൈപ്പ് ഓഫ് ഒരു പടം വരാൻ പോകുന്നുണ്ട് മറ്റന്നാളാണ്. അപ്പോൾ ഓക്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്, എൻഡ് ഓഫ് ഓക്ക് സ്ട്രീറ്റ്. അപ്പോൾ അത് ഒരു ഡൈനോസർ പടമാണ്. അപ്പോൾ അത് ഐമാക്സിൽ പോയി കാണുന്നുണ്ട്. കാരണം അതിന് എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ ഫുട്ടേജ് ഉണ്ട്. അപ്പോൾ കണ്ടറിയാം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഹൗസ് ഓഫ് ഡ്രാഗൺ വാസ് എ ഡീസെൻറ്റ് വാച്ച്. ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി ഗുഡ് ബട്ട് നോട്ട് ദി ബെസ്റ്റ്. പക്ഷേ ഞാൻ പറയാണ്, ഇഫ് യു ലവ് ഡ്രാഗൺസ്, ഇത്തരത്തിലുള്ള മാജിക്കൽ പരിപാടി, അതുപോലെ തന്നെ ഫൈറ്റ്, വാൾപേറ്റ്, റോ സംഭവം ഇഷ്ടമാണ്, ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഇഷ്ടമാണ്, ഗെയിം ഓഫ് ത്രോൺസ് ബേസിക്കലി ഇഷ്ടമാണ്, നൈറ്റ് ഓഫ് ദി 7 കിങ്ഡംസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ മസ്റ്റ് വാച്ച് എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ശരിയുടെ ഇതാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു സീസണെ പറ്റി. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.